കാരണം നിങ്ങൾ പറയുന്ന രീതിയിലൊക്കെയാണ് വരുന്നത്. പക്ഷെ അതിനോട് മാത്രം നമുക്കിപ്പോൾ ഒരു ഫൈനലൈസേഷൻ പറ്റില്ല. നേരത്തെ വീട്ടിലെത്തിയിട്ട് ഇയാളെ ഈ പെൺകുട്ടിയെ ശല്യം ചെയ്തിരുന്നു. അപ്പോൾ അത് പ്രകാരം അത് പോലീസിൽ പരാതി കൊടുത്തിരുന്നു ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും അതൊരു ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ ഫാമിലിയുടെയും രണ്ട് സൈഡിലെയും ഫാമിലിയുടെയും എല്ലാം അന്ന് പെറ്റീഷൻ അറ്റൻഡ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പരിശോധിക്കും എന്ന കാര്യമുണ്ടായിരുന്നു. ഉണ്ട്, സിറ്റിംഗ് ഉണ്ട്. പക്ഷെ ഇന്നിപ്പോ ഇന്നലെ കൂട്ടിലാണ് കാണിച്ചത്. എന്താ മനസ്സിലാവും. ഇത് തിരൂര് മറ്റു കോടതിയാണ് ചാർജ് ഉള്ളത്. ഞാനിപ്പോ ഇന്നിപ്പോ അന്വേഷണ പ്രൊസീഡിങ്സ് ആക്കുവാണ്. പെരുന്തൽമണ്ണ ഡിവൈഎസ്പിക്കാണ് അന്വേഷണം കൊടുക്കുന്നത്. കാരണം 2-3 സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ ട്രാവലൊക്കെ വന്നിട്ടുണ്ട്. വിശദമായിട്ട് തന്നെ പോകും. നമ്മൾ ഓരോ പോയിന്റിലും ഇപ്പൊ നമ്മള് ഓൾമോസ്റ്റ് നമുക്കൊരു ട്രാക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് അവർ വന്നിരിക്കുന്നത്. ബസ് തന്നെയാണ് മോഡർ ട്രാൻസ്പോർട്ടായിട്ട് ഉപയോഗിച്ചായിട്ട് മനസ്സിലാവുന്നത്. പ്രതിയുടെ നമ്മളോട് റിവീൽ ചെയ്തിരിക്കുന്നത് വെച്ചിട്ട് ബസ് മാർഗമാണ് പോയിരിക്കുന്നത്. ട്രെയിൻ യൂസ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണെന്നാണ് മനസ്സിലാവുന്നത്. നമ്മൾ ഇന്നലെ ടീമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ മോസ്റ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നത് മോഡർ ട്രാൻസ്പോർട്ടും ബസ് തന്നെയാണ്. അപ്പൊ അതെന്തായാലും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. എന്റെ ടീം എല്ലാം ഇന്ന് പുറത്താണുള്ളത്. പകൽ ഇത്ര സമയം ഉണ്ടാവില്ല. എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് എനിക്ക് കുറച്ചുകൂടി ഡെപ്തിൽ CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാലേ പറ്റും. അത് ഇയാളുടെ മൊബൈൽ തന്നെയാണെന്നാണ് നമ്മൾ ഇതുവരെ ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് തന്നെ ഈ പ്രതിയുടേതുള്ളത് നമ്മുടെ നമ്മള് അതും ഒന്നും കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത് ഫാമിലിയിൽ നിന്ന് മനസ്സിലായിരിക്കണം വെച്ചിട്ടില്ല. വേറെ ഏതെങ്കിലും അതെ, അതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ കോൾ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. അതിനുശേഷമായിരിക്കും ഉണ്ടായിട്ടുള്ളത്. ആ സമയത്ത് അമ്മയെ വിളിച്ചായിട്ട് അമ്മ തന്നെ കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതാണ്. അപ്പോ സ്ട്രാങ്കുലേഷൻ തന്നെയാണ് നമ്മളും സസ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിന് ശേഷമാണ്, ഈ സംഭവ സമയത്തിന് ശേഷമാണ്. അത് നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്. അവിടുന്ന് കുറച്ച് മാറിയിട്ടാണ് കുറച്ച് പോയി. അതെ, കുറച്ച് സമയം മാറിയിട്ടാണ്. അപ്പം ഓൾമോസ്റ്റ് കുറച്ച് ദൂരം മാറിയിട്ടുമാണ് ആ സ്ഥലം. വീട്ടുകാർക്ക് അറിയാമായിരുന്നു എന്നില്ല. അവർക്ക് ദൂരെ തോന്നിയില്ല. രാത്രി ഓട്ടോറിക്ഷ അയച്ചിട്ടാണ് ഈ ആൺകുട്ടിയുടെ വീട്ടുകാരെ ആയിരിക്കാം. പിന്നെ ഇപ്പം നമ്മളെല്ലാരും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ. വുഡ് എക്സ്പെക്ട് ദിസ് ടു ഹാപ്പൻ. ഇതാണെന്നുള്ളത് എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണല്ലോ.